ക്രിസ്തീയ ജീവിതം ഒരു പട്ടുമെത്തയല്ലെന്ന് തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. പിഴുതെറിയാൻ കെൽപ്പുള്ള ഈശാനമൂലൻ ചുറ്റിയടിക്കുമ്പോഴും ഉറപ്പോടെ നിൽക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. തീച്ചുളയിലൂടെ കടന്നു പോകുന്നവയാണ് കരുത്തോടെ പുറത്തു വരുന്നത്. ചക്രത്തിന്മേൽ ഉടയപ്പെടുന്നവയാണ് സുന്ദരപാത്രമായി രൂപാന്തരപ്പെടുന്നത്. പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന അത്തരം സാഹചര്യങ്ങളിലാകും ദൈവപ്രവൃത്തി നാം അനുഭവിക്കുക. കൈപ്പേറിയ സാഹചര്യം മാറ പോലെ മധുരമാകുന്നത് രുചിച്ചവർ. അത്തരം ജീവൽഗന്ധിയായ അനുഭവങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലും കരുത്താകട്ടെ. ജീവിതത്തിന്റെ ആദ്യ അധ്യായങ്ങളെക്കാൾ ദൈവിക കരുതലിന്റെ പുതിയ അധ്യായം അനുഭവങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയ ദൈവമക്കളുടെ ജീവിതം വായിച്ചറിയുന്നതും കേൾക്കുന്നതും എത്രയോ അനുഗ്രഹമാണ്. അവ നമ്മെയും ബലപ്പെടുത്തും തീർച്ച. ഇന്ന് നമ്മോട് ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ഫാസ്റ്റർ ഷാജി മാത്യു റാന്നിയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും മാറയും മധുരവും എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാജി മാത്യു. ഞാൻ റാന്നിക്കടുത്ത് ഇപ്പോൾ നെല്ലിക്കമണ്ണെന്ന് പറയുന്ന സ്ഥലത്ത് പാർത്തുകൊണ്ടിരിക്കുന്നു. ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വീണത്. ഞാൻ ഈ ഭൂമിയിൽ പറന്നു വീണപ്പോൾ ആരോഗ്യപരമായ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു സാധാരണ ശിശുവിനെ പോലെ ഭൂമിയിൽ പിറന്നു വീഴുവാൻ അവസരം ലഭിച്ചു. എൻ്റെ മാതാപിതാക്കളുടെ 3 മക്കളിൽ മൂത്ത മകനായിരുന്നു ഞാൻ ജനിച്ചതിന് ശേഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഞാൻ ജനിച്ച കാലഘട്ടത്തിൽ പോളിയോയ്ക്കെതിരെ നടത്തി വരുന്ന വാക്സിൻ, അത് ആ കാലങ്ങളിൽ ഇഞ്ചക്ഷൻ ആയിരുന്നു. അങ്ങനെ എൻ്റെ ശരീരത്തിൽ പോളിയോയ്ക്കുള്ള പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ് നടത്തിയപ്പോൾ ആ മെഡിസിൻ ഒരല്പം അളവിൽ കൂടുതൽ എൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുവാനിടയായി തീർന്നു. അതിൻ്റെ പാർശ്വഫലം എന്താണെന്ന് അന്നൊന്നും എൻ്റെ മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ ചില നാളുകൾ മുൻപോട്ട് പോയപ്പോൾ ഒരു സാധാരണ ശിശു അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നും എന്നിൽ പ്രകടമാകാതിരുന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് ചെറിയൊരു സംശയം ഉളവായി. കാരണം ഒരു കുഞ്ഞ് കമന്നു വീഴുന്ന പ്രായത്തിൽ കമന്നു വീഴേണ്ട സമയത്ത് അങ്ങനെ സംഭവിക്കാതിരുന്നപ്പോൾ, അതുപോലെ ശബ്ദങ്ങളോടോ വെളിച്ചത്തോടോ ഒന്നും പ്രതികരിക്കാതിരുന്നപ്പോൾ അവർക്കല്പം സംശയങ്ങളുണ്ടായി, ബുദ്ധിമുട്ട് തോന്നി. അന്നു മുതൽ അവരെന്നെ പല ഡോക്ടർമാരെയും കാണിച്ചെങ്കിലും അവർക്കാർക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, എന്താണ് സംഭവിച്ചതെന്നൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചില നാളുകൾ മുൻപോട്ട് പോയി. ഒന്നിനോടും പ്രതികരിക്കാത്ത, ഒന്നും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എൻ്റെ കുഞ്ഞു ശരീരം മാറ്റപ്പെടുവാനിടയായി. അങ്ങനെ നാളുകൾ മുൻപോട്ട് പോയപ്പോൾ എൻ്റെ പിതാവ് അന്ന് മിലിറ്ററി സർവീസിലായതുകൊണ്ട് അദ്ദേഹം എന്നെ താൻ സർവീസ് ചെയ്യുന്ന ആ സമയത്ത് താനായിരുന്ന പൂനെയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനിടയായി. അവിടെ നിരന്തരമായ പരിശോധനകൾ അവർ നടത്തിയപ്പോഴാണ് എന്തുകൊണ്ടാണ് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടായത്, എന്താണ് എൻ്റെ ശരീരത്തിൽ സംഭവിച്ചത് എന്നൊക്കെ അവർക്ക് അത് തിരിച്ചറിയാൻ കഴിയുകയും അത് എൻ്റെ പ്രിയ മാതാപിതാക്കളെ അറിയിക്കുകയും തുടർന്ന് എൻ്റെ കുഞ്ഞു പ്രായത്തിൽ തിരിച്ചറിവാകുന്നതിന് മുമ്പ് തന്നെ ഏകദേശം തുടർമാനമായി 3 വർഷക്കാലം പൂനെയിൽ എന്നെ ചികിത്സയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ഇതൊക്കെ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു കേട്ട അറിവുകളാണ്. എനിക്ക് ആ പ്രായത്തിൽ ഒന്നും തന്നെ തിരിച്ചറിയാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ തീരെ ചെറിയ പ്രായവുമായിരുന്നു. അങ്ങനെ എൻ്റെ ആ 3 വർഷത്തെ ചികിത്സയ്ക്ക് അനന്തരമായി എനിക്ക് ചെറിയ വ്യത്യാസങ്ങൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടാകാൻ തുടങ്ങി. എന്തെങ്കിലും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന, സംസാരത്തോട് പ്രതികരിക്കാൻ കഴിയുന്ന, ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ എഴുന്നേറ്റിരിക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എൻ്റെ ശരീരത്തിൽ പ്രകടമായി തുടങ്ങി. ചില നാളുകളിലെ ചികിത്സയ്ക്ക് ശേഷമായി ഇന്നീ കാണുന്ന അവസ്ഥയിലേക്ക് എൻ്റെ ശരീരം മാറ്റപ്പെടുവാനിടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ പരസഹായം കൂടാതെ എഴുന്നേൽക്കുവാനോ നടക്കുവാനോ കഴിയുന്നില്ല എങ്കിലും എനിക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനുള്ള ചിന്താശേഷിയും ബുദ്ധിയും ആരെങ്കിലും പിടിച്ചെഴുന്നേൽപ്പിച്ചാൽ എഴുന്നേറ്റിരിക്കാനുള്ള കഴിവും ഒക്കെ എനിക്ക് മടക്കി ലഭിക്കുവാനിടയായി തീർന്നു. അന്നൊക്കെ എൻ്റെ പിതാവും മാതാവും പറഞ്ഞു, ചികിത്സയുടെ ഫലമായിട്ടാണ് ഇങ്ങനെയായത്, ആ ചികിത്സ ചെയ്തതുകൊണ്ട് ആണ് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ മറ്റൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ പിന്നത്തേതിൽ ഞാനൊരു ക്രിസ്തുവിനെ രക്ഷകനെ അംഗീകരിച്ച് ഒരു ദൈവതായി തീർന്നതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് ചികിത്സയുടെ മികവ് കൊണ്ടല്ല, കർത്താവിന് എന്നെക്കുറിച്ച് ഒരു ഹിതവും എന്നെക്കുറിച്ചൊരു പദ്ധതിയും ദൈവത്തിനുണ്ടായിരുന്നത് കൊണ്ടാണ് എൻ്റെ ശരീരം ഇന്നീ കാണുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുവാനിടയായി തീർന്നത് എന്നുള്ള ഒരാഴമായ തിരിച്ചറിവ് എനിക്ക് ലഭിക്കുവാനിടയായി.
അങ്ങനെ എൻ്റെ ബാല്യകാലവും എൻ്റെ കൗമാരവും യൗവനവും ഒക്കെ ഒത്തിരി വേദനകൾ നിറഞ്ഞ കാലഘട്ടമായിരുന്നു. ഒത്തിരി വേദനകൾ, മാനസികമായ ഒത്തിരി പ്രയാസങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. മറ്റൊന്നല്ല, എൻ്റെ സമപ്രായക്കാരായ എൻ്റെ കൂട്ടുകാരൊക്കെ ഓടിച്ചാടി നടക്കുമ്പോൾ ഒരു പൂമ്പാറ്റ കണക്കെ പറന്നുല്ലസിക്കുന്നത് കാണുമ്പോഴൊക്കെ എനിക്ക് വലിയൊരു മാനസിക ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ തന്നെ ഒരന്തർമുഖത്വം എന്നിലുണ്ടായി. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വ്യക്തി എൻ്റെ വീട്ടിൽ വന്നാൽ അവരോട് സംസാരിക്കാൻ കഴിയാത്ത, എന്ന് പറഞ്ഞാൽ അവരെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് ഞാൻ മാറ്റപ്പെടുവാനിടയായി. ഏതെങ്കിലും ഒരു മുറിയുടെ 4 മൂലയ്ക്കുള്ളിൽ ഒതുങ്ങിക്കൂടുവാൻ ആഗ്രഹിച്ച ഒരു ബാല്യവും കൗമാരവും ഒക്കെയാണ് എനിക്കുള്ളത്. ആരുടെയും മുൻപിൽപ്പെടാതെ, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ, ആരോടൊന്നും പറയാൻ മുതിരാതെ ഞാൻ ഒതുങ്ങിക്കൂടിയ ഒരു കാലഘട്ടം. അങ്ങനെ വേദനകളുടെ കാലഘട്ടങ്ങളിലൂടെയാണ് എൻ്റെ കുഞ്ഞുപ്രായങ്ങളും യൗവനകാലത്തിൻ്റെ തുടക്കമൊക്കെ കടന്നുപോയത്. എനിക്ക് 2 സഹോദരിമാരായിരുന്നു. എൻ്റെ പിതാവിനാകെ 3 മക്കളിൽ 2 സഹോദരിമാരായിരുന്നു. അവരൊക്കെ വിദ്യാഭ്യാസം തുടർന്ന് ഉപരിപഠനാർത്ഥമൊക്കെ അവർ വ്യത്യസ്തമായ ഇടങ്ങളിലേക്ക് പോയപ്പോൾ ഭവനത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു. ഒറ്റപ്പെടലിൻ്റെ വേദനയും അപ്പോൾ തന്നെ അനുഭവിക്കുന്ന ഏകാന്തതകളുടെ ഭാരവുമൊക്കെ എന്നെ വല്ലാത്തൊരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ തുടങ്ങി. എന്തിന് ജീവിക്കണം, ഈ ജീവിതം കൊണ്ട് എന്താണ് പ്രയോജനം എന്നൊക്കെയുള്ള ചിന്തകൾ എൻ്റെ ഹൃദയത്തിനകത്ത് തന്നെ നന്നായി മതിക്കുവാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഈ ഏകാന്തതയുടെ ആ ഭാരം ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി എൻ്റെ യൗവനത്തിൻ്റെ ആരംഭത്തിൽ എൻ്റെ പിതാവിൻ്റെ പൂർണ്ണ സമ്മതത്തോടെ ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്ത ഒടുവിൽ സ്വന്തം ബ്രാൻഡ് നെയിമിൽ സ്പൈസസ് ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച് വിപണികളിൽ എത്തിക്കാൻ തുടങ്ങി. അങ്ങനെ വിപണികളിൽ എത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞാൻ സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ ഒരു വലിയ അപകടം എനിക്കുണ്ടാകുവാനിടയായി. ആ അപകടമുണ്ടായി ചില ദിവസങ്ങൾ ഞാൻ റാന്നിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ വിശ്രമിക്കേണ്ടി വന്നു. പക്ഷേ ദൈവത്തിൻ്റെ കരുതൽ അന്നേരം അപ്പോഴും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വലിയ കരുതൽ എന്നോട് കൂടെയുണ്ട്. ഞാനൊരു ടാർ റോഡിൽ തലയടിച്ചു വീണിട്ടും എൻ്റെ തലയ്ക്കൊരു പോറൽ പോലും ഏൽക്കാതെ, ശരീരത്തിൽ അങ്ങിങ്ങി ചെറിയ ചെറിയ മുറിവുകൾ ഒഴിച്ചാൽ മറ്റ് യാതൊരു പ്രയാസവും ഇല്ലാതെ ഞാൻ ദൈവത്താൽ സംരക്ഷിക്കപ്പെടുവാനിടയായി. പക്ഷേ മറ്റൊന്ന് സംഭവിച്ചു. ആ ഒരു അപകടത്തിന് ശേഷം എൻ്റെ ബിസിനസ് പൂർണ്ണ പരാജയത്തിലേക്ക് നീങ്ങി. അടിക്കടി ബാധ്യതകൾ, അടിക്കടി പ്രയാസങ്ങൾ, മുൻപോട്ട് നീങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം, സാമ്പത്തികമായി ഒന്നിനു പിറകെ ഒന്നായിട്ട് ബിസിനസ് സംബന്ധമായും മറ്റ് കുടുംബപരമായും ഒക്കെ പ്രയാസങ്ങൾ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നു. ആ സ്ഥിതിയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ എൻ്റെ പിതാവ് എന്നോട് ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് പല പ്രാവശ്യം ഓർപ്പിക്കുവാനിടയായി. പക്ഷേ അദ്ദേഹം അത് പറയുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ വിലയിരുത്തി ആരോഗ്യമുള്ളവർ പോലും പരാജയപ്പെടുന്ന കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ളൊരു വലിയ വൈമനസ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ആ പിതാവിൻ്റെ ആഗ്രഹത്തെ നിരുത്സാഹപ്പെടുത്തി മുൻപോട്ട് പോവുകയായിരുന്നു. പക്ഷേ എൻ്റെ ബിസിനസ്സിൻ്റെ പരാജയം സംഭവിച്ച കാലത്ത് തന്നെ എൻ്റെ പിതാവ് പെട്ടെന്ന് രോഗിയായി. അദ്ദേഹം രോഗിയായി താനെ ഒരു ഹോസ്പിറ്റലിൽ താനെ പ്രവേശിക്കുവാനിടയായി. അങ്ങനെ ഹോസ്പിറ്റലിൽ താൻ കിടക്കുമ്പോൾ എൻ്റെ ഭവനത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു. എൻ്റെ പിതാവിൻ്റെ ചികിത്സ ഏകദേശം 1.5 മാസത്തോളം നീണ്ടു. ആ ചികിത്സാ കാലയളവിൽ എൻ്റെ മാതാവ് പിതാവിനോടൊപ്പമായിരിക്കും. എൻ്റെ ഭവനത്തിൽ ഞാൻ തീർത്തും ഏകാന്തതയുടെ അനുഭവങ്ങൾക്ക് വീണ്ടും കടന്നു പോകാനിടയായി. ഞാൻ അന്ന് കടന്നു പോകുന്ന എൻ്റെ ആ കാലഘട്ടത്തെ എൻ്റെ സുഹൃത്തുക്കൾ ചിലരെ വൈകിട്ട് വന്ന് എനിക്ക് കൂട്ടായി കിടക്കും. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം, ആഹാരമൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചാലും ഒരാൾ എടുത്ത് കയ്യിൽ തന്നെങ്കിൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഏകദേശം 1.5 മാസത്തോളം ഒരിറ്റ് വെള്ളം എടുത്ത് കുടിക്കാൻ കഴിയാത്ത, സ്വയമേ അതിന് കഴിയാത്ത ഒത്തിരി പ്രയാസങ്ങൾ ഞാൻ അനുഭവിക്കുവാനിടയായി. ഈ കാലഘട്ടത്തിലൊക്കെ ഒന്നിലേറെ ദൈവദാസന്മാർ പലപ്പോഴായി എൻ്റെ അടുക്ക വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവിക ആലോചനകൾ അവരെന്നോട് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞ വാക്കിതാണ്: മോനെ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. പക്ഷേ എനിക്കത് ആ അർത്ഥത്തിൽ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാൻ അവരോടൊക്കെ പറഞ്ഞത്, ദൈവദാസന്മാരെ, അത് എന്നോടുള്ളൊരാലോചനയായി ഞാൻ കണക്കാക്കുന്നില്ല. കാരണം എൻ്റെ അവസ്ഥകളൊക്കെ
എനിക്ക് നന്നായിട്ടറിയാം. ആരോഗ്യമുള്ളവർ ചെയ്യേണ്ട ആത്മീയ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുക എന്നുള്ളത് എന്നെക്കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ആള് മാറി എന്നോട് ദൂത് പറഞ്ഞതാകാം. ഞാനല്ല ആള് എന്ന് പറഞ്ഞവരെ നിരാശപ്പെടുത്തി പറഞ്ഞയച്ചതൊക്കെ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. അങ്ങനെ ആ കാലം വളരെ വേദനയോട് മുൻപോട്ട് പോകുമ്പോൾ എൻ്റെ പിതാവ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഡിസ്ചാർജായി. തൻ്റെ ഹാർട്ടിൻ്റെ സർജറി കഴിഞ്ഞു, ഭവനത്തിലെത്തി. തൻ്റെ ചികിത്സയും എൻ്റെ ബിസിനസ്സിൻ്റെ പരാജയവും ഒക്കെ കൂടി വല്ലാത്തൊരു സാമ്പത്തിക കടക്കണിയിലേക്ക് ഞങ്ങൾ എത്തുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും എൻ്റെ പിതാവ് എന്നോട് വിവാഹത്തെക്കുറിച്ച് ഓർപ്പിച്ചതും ആ സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ പിതാവിൻ്റെ ആ താല്പര്യത്തിൽ സമ്മതം മൂളുകയും 2007 മാർച്ച് മാസം 3-ാം തീയതി ഞാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനിടയാകുകയും ചെയ്തു. കൊട്ടാരക്കര സ്വദേശിയായ ഒരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കി, എൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള എൻ്റെ ശാരീരിക നിലപാടുകളൊക്കെ നന്നായി മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, ദീർഘമായ 17 വർഷങ്ങൾ ആരോഗ്യപരമായ ഒരു കുടുംബജീവിതം ഭൂമിയിൽ കാഴ്ചവെക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകി. 2 കുഞ്ഞുങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് നൽകുവാനിടയായി. അങ്ങനെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ആരോഗ്യപരമായ സന്തോഷകരമായ കുടുംബജീവിതം മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും എൻ്റെ പിതാവ് ശാരീരികമായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. നിരന്തരമായ ചികിത്സകൾ അദ്ദേഹത്തിന് വേണ്ടി വന്നു. ആ നിരന്തര ചികിത്സക്കൊടുവിലാണ് താൻ അനുഭവിക്കുന്ന ശാരീരികപരമായ പ്രയാസം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷേ അപ്പോഴേക്കും ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയാത്ത ഒരു തലത്തിലേക്ക് എൻ്റെ പിതാവ് മാറ്റപ്പെടുവാനിടയായി. അങ്ങനെ എൻ്റെ വിവാഹത്തിന് 1 വർഷത്തിന് ശേഷം എൻ്റെ മൂത്ത പൈതലിന് 3 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. എൻ്റെ പിതാവിൻ്റെ വേർപാടിന് ശേഷം അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ വളരെ ആഴമുള്ളതായി. അതിനെ പരിഹരിക്കുവാൻ എനിക്ക് കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ തന്നെ ഞാൻ ഓർപ്പിച്ചതുപോലെ ആത്മഹത്യ ചെയ്യുവാനൊരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാം എന്ന് ചിന്തിച്ച നാളുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ ആത്മഹത്യ ചെയ്യണമെങ്കിൽ പോലും വേറൊരാളുടെ സഹായം വേണ്ടതുകൊണ്ട് ആ ശ്രമവും പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഒടുവിൽ കടബാധ്യതകൾ വർദ്ധിച്ചപ്പോൾ, കടക്കാരുടെ പ്രയാസം കാരണം ഭവനത്തിൽ എനിക്കിരിക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായപ്പോൾ ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്ന സ്ഥലവും വീടുമൊക്കെ ആ കാലഘട്ടത്തിൽ പെട്ടെന്ന് അത് വിറ്റ് ഞങ്ങളുടെ ബാധ്യതകളെല്ലാം തീർക്കുവാൻ വഴികളുണ്ടായി. അങ്ങനെ എൻ്റെ പിതാവ് മരിച്ചു. എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവളുണ്ട്. കേവലം 5-6 മാസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞ് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ വീടും ഭവനവും ആ സ്ഥലമൊക്കെ വിൽക്കുവാനിടയായി. അങ്ങനെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ മാറ്റപ്പെടുവാനിടയായി. കിടക്കുവാനൊരു ഇടമില്ല, വിശ്രമിക്കുവാനൊരു ഇടമില്ല, വല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഞാൻ മാറ്റപ്പെടുവാനിടയായി. ആ സമയത്ത് ഒരു വീട് വാടകയ്ക്ക് വേണ്ടി പലയിടങ്ങളിൽ ഞങ്ങൾ അന്വേഷിച്ചെങ്കിലും വാടക വീടുള്ളവർ, എന്നെ അടുത്തറിയാവുന്നവർ, നന്നായിട്ട് എന്നെ മനസ്സിലാക്കിയിട്ടുള്ളവർ പോലും ഒരു വീട് ആ സമയത്ത് എനിക്ക് തന്നില്ല. പക്ഷേ അത് പിന്നത്തതിൽ എനിക്ക് മനസ്സിലായി അതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയും ഒരു ദൈവത്തിൻ്റെ ഇഷ്ടവുമായിരുന്നു. അങ്ങനെ ചില നാളുകൾ കൂടെ ഞങ്ങളെ ആ ഭവനത്തിൽ തന്നെ പാർത്തു. പക്ഷേ ഞങ്ങൾ വീടൊഴിഞ്ഞു കൊടുക്കേണ്ട ആ ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് റാന്നിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അപ്പുറം ഇടമുറി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പരിചയമില്ലാത്ത ഒരു വാത്സല്യ പിതാവ് എന്നെക്കുറിച്ച് കേട്ടിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട്, മോനെ നീ ഇങ്ങ് പോരെ, ഇവിടെ വന്ന് പാർത്തു, എൻ്റെ ഒരു വീട് കിടപ്പുണ്ട്, നിനക്കവിടെ എത്ര കാലം വേണേലും പാർക്കാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ച് ഞങ്ങൾക്ക് പാർക്കുവാൻ ആ ഭവനം നൽകുവാനിടയായി. അങ്ങനെ ഒരു വാടക ഭവനത്തിൻ്റെ അകത്ത് ഞങ്ങൾ പാർക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ വല്ലാത്തൊരു പ്രയാസത്തിലൂടെ കടന്നുപോയി. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി കാര്യങ്ങൾ ക്രമീകരിക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ പാർക്കാൻ എനിക്ക് ലഭിച്ച വാടക വീടെന്ന് പറയുമ്പോൾ ഒരു വലിയ ഇടുങ്ങിയ ഒരു വഴി, അതിൻ്റെ അവസാനം നല്ലൊരു ഇറക്കത്തിൻ്റെ അവസാനം ഒരു വീട്, തൊട്ടടുത്തെങ്ങും ആൾപ്പാർപ്പില്ല. വല്ലാത്ത ഒരു സ്ഥലത്താണ് ഞങ്ങൾ പാർക്കുവാൻ അവസരം ലഭിച്ചത്. ഒരു വാഹനം പോലും അവിടെ കടന്നു വരുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. എൻ്റെ ശാരീരിക അവസ്ഥയിൽ വാഹനമില്ലാതെ എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. പക്ഷേ ആ സമയത്തൊക്കെ പല വാഹനങ്ങളെയും പലരെയും വിളിക്കുമ്പോൾ പലരും വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് കടന്നു വന്നുകൊണ്ടിരുന്നത്.
അങ്ങനെ പ്രയാസമേറിയ കാലഘട്ടത്തിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ട് എൻ്റെ പിതാവ് പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം എൻ്റെ മാതാവും ചില നാളുകൾക്ക് ശേഷം രോഗിയായി മാറുവാനിടയായി. വാടകഭവനത്തിൽ രോഗിയായ മാതാവിനോടൊപ്പം കൈക്കുഞ്ഞിനോടൊപ്പം ഞങ്ങളിങ്ങനെ പാർക്കുമ്പോൾ ചില രാത്രികളിലൊക്കെ ഭക്ഷണം കഴിക്കുവാൻ പോലും വഴിയില്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടുണ്ടെങ്കിലും പുറത്താരോടും അതൊന്നും പറയാതെ ഞങ്ങളെ മുൻപോട്ട് പോകുവാനിടയായി. ഒരു രാത്രി അന്ന് 1 വയസ്സ് പ്രായമുള്ള 1.25 വയസ്സ് താഴെ മാത്രം പ്രായമുള്ള എൻ്റെ പൈതൽ അവൻ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുക. നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നല്ല, നന്നായി വിശക്കുന്നുണ്ട്. പക്ഷേ ആ വിശപ്പിന് ആഹാരം കൊടുക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഞങ്ങൾക്കുണ്ടായിരുന്നു. 1 പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കണമെങ്കിൽ അന്ന് 10 രൂപ മതി. പക്ഷേ അതുപോലും എടുക്കാനില്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ വല്ലാതെ ഒരു പിതാവെന്നുള്ള നിലയിൽ ഹൃദയത്തിൻ്റെ അകത്ത് ഭാരത്തോടെ ഞാൻ കരഞ്ഞ ഒരു രാത്രി ഞാൻ ആവർത്തിച്ചുള്ള ദൈവശബ്ദം എൻ്റെ കാതുകളിലേക്ക് എത്തി. മോനെ, നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ഞാൻ ആ ശബ്ദത്തിന് മുമ്പിൽ അന്ന് രാത്രി എന്നെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ചു. 2009 മാർച്ച് മാസം 7-ാം തീയതി ശനിയാഴ്ച അർദ്ധരാത്രി ഞാൻ ദൈവത്തിൻ്റെ കൈകളിലേക്ക് എന്നെ തന്നെ സമർപ്പിച്ചു. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, അങ്ങേക്ക് എന്നെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം എൻ്റെ പ്രേക്ഷകരായ നിങ്ങളോട് വളരെ ധൈര്യത്തോടെ ഞാൻ പറയാം, ദീർഘനാളുകൾക്ക് ശേഷം അന്ന് രാത്രി ഞാൻ ശാന്തമായി കിടന്നുറങ്ങി, സമാധാനത്തോടെ കിടന്നുറങ്ങി. അടുത്ത പ്രഭാതം ഉണർന്നെഴുന്നേറ്റത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ആ വചനം അന്വർത്ഥമാകുമാറ് എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു മാറ്റം സംഭവിക്കുവാനിടയായി. ഞാൻ ഉണർന്ന് എഴുന്നേറ്റത് പുതിയൊരു മനുഷ്യനായിട്ടാണ്. എന്നിൽ സമൂലം ഒരു മാറ്റം ദൈവം തന്നു. അന്ന് മുതൽ ജീവിതത്തിൻ്റെ വഴിത്താറകളൊക്കെ മാറി മറിയുവാനിടയായി. ഇന്നലകളിൽ പരിചയിച്ച അവസ്ഥകളിൽ നിന്നൊക്കെ പെട്ടെന്ന് ഒരു മാറ്റം എൻ്റെ ജീവിതത്തിലുണ്ടായി. എങ്ങനെ സംഭവിച്ചു, എങ്ങനെ ഉണ്ടായി എന്നൊന്നും എനിക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, അന്ന് മുതൽ ആവേശത്തോടെ ഞാൻ ദൈവത്തിൻ്റെ ദാസന്മാരുടെ അടുക്കലേക്ക് കടന്നു പോവുകയും അവർ ആരാധിക്കുന്നിടത്ത് അവരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അതെൻ്റെ ജീവിതത്തിൽ പടിപടിയായി മാറ്റങ്ങളിലേക്ക് എന്നെ കൊണ്ടുവരാനിടയായി. ഒരു കാലഘട്ടത്തിൽ എന്നെ സമീപിച്ച, എന്നോട് സന്ദേശം കൈമാറിയ, ദൂത് കൈമാറിയ ദൈവദാസന്മാരോട് എനിക്കെങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യാൻ കഴിയുമെന്നൊരു ചോദ്യം ഞാൻ ചോദിച്ച സ്ഥാനത്ത് പിന്നത്തേതിൽ കർത്താവ് എന്നെ അനേകരുടെ നടുവിൽ ദൈവത്തിൻ്റെ ഒരു ഉത്തമ സാക്ഷിയായി ദൈവനെ നിർത്തുവാൻ കർത്താവിന് എന്നോട് പ്രസാദം തോന്നി. ഇന്ന് അനേക ഇടങ്ങളിൽ കർത്താവ് അയക്കുന്ന ഇടങ്ങളിലൊക്കെ കടന്നു ചെന്ന് ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നും ആ ദൈവത്തിന് നമ്മെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്നും ആ ദൈവത്തിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നും രക്ഷ ദൈവത്തെങ്കിൽ മാത്രമാണെന്നും ധൈര്യത്തോടെ വിളിച്ചു പറയാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചില നാളുകൾ ആ ഭവനത്തിൽ പാർക്കുമ്പോൾ തന്നെ ഞാൻ സുവിശേഷ വേലയിൽ അധികമായി വ്യാപൃതനാകാൻ തുടങ്ങി. അനേക ഇടങ്ങളിലേക്ക് ഞാൻ കടന്നു പോകാൻ തുടങ്ങി. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ പെട്ടെന്ന് എനിക്ക് വീണ്ടും തിരിച്ച് നെല്ലിക്കപ്പണം പറഞ്ഞ സ്ഥലത്തേക്ക് മടങ്ങി വരുവാനുള്ള അവസരമുണ്ടായി. അവിടെ കർത്താവ് ഞങ്ങൾക്ക് ഒരു വീട് വയ്ക്കുവാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ, സ്ഥലങ്ങളൊക്കെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. അവിടെ ഒരു മനോഹരമായ ഭവനം ചമയ്ക്കുവാൻ ദൈവം വഴികളെ ഒരുക്കി. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇന്നും എനിക്കറിയാത്ത, ഇന്നും ഞാൻ കണ്ടിട്ടില്ലാത്ത അനേക ദൈവമക്കൾ ആ ഭവനത്തിൻ്റെ പിന്നിൽ അവരുടെ അധ്വാനത്തിൻ്റെ വിലയുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പലരെയും മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവരാരും പേര് പറയാതെ മറ്റാരുമൊക്കെ ഏൽപ്പിച്ച് അവരുടെ കൈവശം കൂടെയാണ് എൻ്റെ അടുക്കൽ അത് എത്തുവാനിടയായി തീർന്നത്. അങ്ങനെ മനോഹരമായൊരു ഭവനം ചമയ്ക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകി. ആ ഭവനത്തിൽ പാർത്തുകൊണ്ട് ഞങ്ങൾ ഇന്നിപ്പോൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഇന്ന് ഞാനൊരു ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ കർത്താവ് ഇതിനിടയിൽ എനിക്ക് അവസരങ്ങളെ ഒരുക്കി. ഒരു ദൈവസഭയുടെ ശുശ്രൂഷകനായി കർത്താവ് എന്നെ മാറ്റി. ഒരിക്കൽ ഞാൻ ഇങ്ങനെ ചോദിച്ചു, എനിക്കെന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ കർത്താവ് എന്നെ പഠിപ്പിച്ചു, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നാം തയ്യാറാണെങ്കിൽ, നാം സമർപ്പിതരാണെങ്കിൽ നമ്മുടെ അവസ്ഥ ദൈവത്തിന് വിഷയമല്ലെന്നും വ്യവസ്ഥാപിതമായി ദൈവത്തിൻ്റെ വചനത്തോടുള്ള ആ സമർപ്പണത്തോടെ നമ്മൾ വ്യവസ്ഥയ്ക്കനുസരിച്ച് നിന്നാൽ കർത്താവ് അവസ്ഥയെ നോക്കാതെ നമ്മെ ഉയർത്തുമെന്നും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും. ഒരു സുവിശേഷ ടീമിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ കർത്താവിനെ ഒരുക്കി. എന്നോട് ചേർന്ന് അനുഗ്രഹീതരായ അനേക ദൈവദാസന്മാർ, ദൈവദാസിമാർ, സഹോദരങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അനേക ഇടങ്ങളിൽ
കർത്താവിനെക്കുറിച്ച് പറയുവാൻ ടീമായി കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ള വലിയൊരു തിരിച്ചറിവ് എനിക്ക് ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ നെല്ലിക്കമണ്ണിൽ പാർക്കുന്നു, ഒരു ദൈവസഭയ്ക്ക് നേതൃത്വം നൽകുന്നു. അപ്പോൾ തന്നെ നിരവധി സുവിശേഷ പ്രവർത്തനങ്ങൾ അനേക വേദികളിൽ കേരളത്തിൻ്റെ അകത്തും കേരളത്തിൻ്റെ പുറത്തും കടന്നു പോകുവാൻ, ജീവിക്കുന്ന കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെയും കുടുംബജീവിതത്തെയും തലമുറകളെ ഓർത്ത് എൻ്റെ പ്രേക്ഷകരായ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ടെസ്റ്റ് മണിക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.